ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്താ വെച്ചാൽ ഞാനിങ്ങനെ പടം കണ്ടിട്ട് മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുറേ ആയപ്പോഴത്തേക്കും ഞാൻ ആവർത്തിങ്ങനെ എന്താ പടം ചെയ്യുന്നുമില്ല, പടം കാണുന്നുമുണ്ട്, എന്നാൽ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാ. അപ്പോൾ ഇങ്ങനെ ആയി കുറേ പടം ഇങ്ങനെ പെൻഡിങ് വെച്ചേക്കാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചന്തു, പിന്നെ ഇടിയൻ ചന്തു, ട്വിസ്റ്റർ, പിന്നെ ഇന്നലെ പോയി കണ്ട രായൻ, വോൾവറിൻ, ഇപ്പോൾ ദേവദൂതൻ കണ്ടു വന്നിരിക്കുകയാണ്. എല്ലാ പടത്തിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞ് ഇട്ടിട്ട് തന്നെ വേറെ കാര്യം ഓർത്താൻ ഇരുന്നാണ്. അപ്പം പുറകിൽ നിന്ന് അങ്ങോട്ട് പറയാം. വിറ്റ്നസ് ദ മാജിക് എന്നൊക്കെ പറഞ്ഞ പോലെ അത് കണ്ടു. ദേവദൂതൻ, മോനെ, അത് നമുക്കറിയാലോ ഇത് എന്തുമാത്രം ക്ലാസിക് ആയിട്ടുള്ളൊരു സാധനമാണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം. അപ്പം അത് തിയേറ്ററിൽ മിസ്സായ ജനറേഷനാണ് എൻ്റെ ജനറേഷനൊക്കെ പറഞ്ഞത്. അച്ഛനിങ്ങനെ പറഞ്ഞില്ല, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്, ഇന്നലെ കാണണം, 4K വരുമ്പോഴത്തേനും എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു, അന്ന് ആ ക്വാളിറ്റിയിൽ കണ്ടിട്ട് ഇപ്പോൾ ഈ ക്വാളിറ്റി കണ്ടുമ്പോൾ പുള്ളി ഭയങ്കര ഇഷ്ടമൊക്കെ ആയി. അത് ആ ഒരു ഫ്രഷ്നെസ് പടത്തിനും കളയാതെ തന്നെ അവർ കാത്തു സൂക്ഷിച്ച് നമ്മളെ കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് തിയേറ്ററിൽ കാണാൻ സാധിക്കും. എനിക്ക് ആകെ ഉള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, സ്ഫടികം റിലീസ് വന്നപ്പോഴത്തേനും ഞാൻ പടം കാണാൻ പോയ ഒരാളാണ്. അപ്പം ഭയങ്കര പ്രതീക്ഷയിലാണല്ലോ നമ്മൾ പോകുന്നത്. പ്രതീക്ഷ പറയുമ്പോഴത്തേനും പുതിയ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയല്ല, പഴയ സാധനം നമുക്ക് തിയേറ്ററിൽ വിറ്റ്നസ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് പടം കാണാൻ പോയിട്ട് അതെന്നെ കുറച്ച് വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു സ്ഫടികത്തിന്റെ റിലീസും കാര്യങ്ങളൊക്കെ. എന്തായാലും പടം അവർ കുറച്ച് സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി, എന്നുവെച്ചാൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുറച്ച് എക്സ്ട്രാ സീൻസും, മോഹൻലാലിന്റെ അപരനെ വെച്ചിട്ട് പുറകിൽ നിന്ന് കുറേ ഷോട്ടൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഡബ്ബൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് നമുക്ക് അതിന്റെ ഒരു ഒറിജിനൽ കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ശരിക്കും സ്ഫടികത്തിന്റെ റിലീസിന് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ഓർത്ത് എങ്ങനെ ആയിരിക്കും ഒരു ഓവറാക്കി ചളവാക്കി കുളവാക്കോ എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴത്തേനും അതിനകത്ത് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. പക്ഷെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ജഗതി സാറിന് വരുന്ന കുറെ നല്ല 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 കോമഡി സീൻസും കുറച്ച് ഹൊറിഫൈങ് ആയിട്ടുള്ള സീൻസ് എല്ലാം കുറച്ച് കുറച്ച് വെച്ച് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പടത്തിനെ അങ്ങനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നില്ല. നമ്മളതെല്ലാം കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഇവിടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് മനസ്സിലാകും. പക്ഷെ അതൊന്നും പടത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെ ഒന്നും ബാധിച്ചിട്ടൊന്നുമില്ല. എനിക്ക് 3 മണിക്കൂർ കൊണ്ടുള്ള സിനിമയാണ്, അവർ 2-2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതൊന്നും പടത്തിന്റെ ആ ഒരു 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 കുളിരുണ്ടല്ലോ, പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു കുളിര്, അത് നമുക്ക് കിട്ടും, ഉടനീളം കിട്ടും. അതെല്ലാം നമുക്കിങ്ങനെ പിന്നെ ജാനകിയമ്മയുടെ പറഞ്ഞുതരാം കുറേ കാര്യങ്ങൾ. ദേവദൂതൻ കണ്ടതിനെ പറ്റി കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒരാളോട് പങ്കുവെക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം സിനിമാ പ്രേമി ആയിട്ടുള്ള ആളോട് നമ്മളിങ്ങനെ സിനിമകളെ പറ്റി ഇങ്ങനെ പറയൂല, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ദേവദൂതൻ എങ്ങനെ കാണണം, ഇങ്ങനെ കാണണം, മറ്റേത് കാണണം, മറിച്ചത് കാണണം ഒന്നും അല്ല പറയാൻ പോകുന്നത്. എനിക്കറിയാം ദേവദൂതന്റെ പടം കാണാൻ പോകുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് എല്ലാവരും ഒരു 10 പ്രാവശ്യം മിനിമം പടം കണ്ട ആൾക്കാരായിരിക്കും. അവരോട് ഞാൻ എങ്ങനെ കാണണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കൊരു ഒരു 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 മറ്റേ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഒരവസ്ഥ എന്ന് പറയില്ല, അതുപോലെ അല്ലെങ്കിലും ഭയങ്കര നമുക്കൊരു ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു സാധനം നമ്മളിങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഓരോ സീനും ഇങ്ങനെ നമ്മൾ സീൻ ബൈ സീൻ ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു പടം അത് തിയേറ്ററിൽ കാണാൻ പറ്റുമ്പോഴത്തേന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും. എന്നുവെച്ചാൽ എടുത്തു പറയാൻ കുറേ സീനുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം അയാൾ സംഗീതത്തിന്റെ രാജാവാണെന്നൊക്കെ പറഞ്ഞ ഒരു സീനും, പിന്നെ പിന്നെന്താണ് ആദ്യമായിട്ട് ആ ഒരു അതിന്റെ ആ അലീന എന്നുള്ള അതിന്റെ ട്യൂണൊക്കെ കേൾക്കുന്ന ഭാഗവും, പിന്നെ അതുപോലെ തന്നെ അവസാനം പ്രാവ് പറന്നു പോകുമ്പോഴത്തേനും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പ്ലേ ചെയ്യും. അത് പോനെ അവരെ മരിച്ച ക്ലൈമാക്സ് കഴിഞ്ഞിട്ടൊരു സീനിൽ പ്രാവ് പറന്നു പോകുമ്പോഴത്തേനും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേ ചെയ്യും. അത് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ ആ ഭാഗം മാത്രം എടുത്ത് കാണുന്ന ഒരാളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ജാനകിയമ്മയുടെ വോയിസിൽ ആ പാട്ട് പാട്ട് ഞാൻ മറന്നുപോയി. ആ പാട്ട് വരുമ്പോൾ ഉള്ളൊരു ആ ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര അത് വെച്ചാല് ആ പാ എനിക്കിങ്ങനെ പടം തിയേറ്ററിൽ കണ്ടപ്പോഴത്തേനും എനിക്കിങ്ങനെ തോന്നിയ കാര്യം എന്താ വെച്ചാലോ, ഈ പാട്ട് ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കുക. പാട്ട് ആ ഒരു സീൻ അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പാട്ടിനെ എങ്ങനെ അതിൽ കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അത് പാരലായി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരിക്കും അവർ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പാട്ട് അത്രയ്ക്കും ടോപ്പിൽ ഇങ്ങനെ ജാനകി പാടി വെച്ചേക്കുന്ന ഒരു പാട്ട് അവരാ നമ്മള് സീനിലും അതുപോലെ തന്നെ നമുക്കത് ഒരു
ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരണമല്ലോ. ആ പാട്ട് ഇത്രയും ടോപ്പ് നിൽക്കുമ്പോഴത്തേനും ആ സീനിലും അതുപോലെ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് തരണം. അവരെങ്ങനെ അത് അത് കഷ്ടപ്പാട് എനിക്ക് ശരിക്കും തോന്നി. അതുപോലെ അത് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറെ ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു പഴയ പടമാണല്ലോ. അപ്പം ചിലപ്പം അതിനെ ചിലപ്പം ഫുൾ 4K മാറ്റിയപ്പോഴത്തേനും അത് കിട്ടാതൊക്കെ പോയത് കൊണ്ടൊക്കെ ആയിരിക്കാം, ക്വാളിറ്റി ഡ്രോപ്പ് വന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമ 2.5 മണിക്കൂറായി ചുരുക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് തോന്നുന്നു. ഒരു മെയിൻ ഭാഗങ്ങൾ മാത്രമേ വെച്ചാല് മറ്റേ വെള്ളിത്തിരക്കകത്ത് സ്റ്റൈൽ രാജ് കാണിച്ച പോലെയല്ല ഇത്. പടം മൊത്തം ഉണ്ട്, പക്ഷെ ചില ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അത് പടത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിനൊന്നും ബാധിക്കൊന്നുമില്ല. എനിക്ക് ഇതിനെ പറയണമെന്ന് തോന്നി. അപ്പം ഇഫ് യു ആർ എ സിനിഫയൽ, വാച്ച് ദ മൂവി ഇൻ തിയേറ്റർ. നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പം എന്താ ഒരു പ്രാവശ്യം 10 പ്രാവശ്യം കണ്ട പടമല്ലേ അത്. തിയേറ്ററിൽ പോയി നീ എന്ത് കാണാനാണെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഇപ്പം ഞാൻ അങ്ങനെയുള്ള ആളായതുകൊണ്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പടമാണെങ്കിൽ ഞാൻ പോയി കാണുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പോയി കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ മറ്റേ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആൾക്കാരോടല്ല പറയുന്നത്. അതൊരു ഫീൽ, അത് അനുഭവിക്കണം. അല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ മോശം അനുഭവം എനിക്ക് ഉണ്ടായില്ല. എന്ന് വെച്ചാൽ മറ്റേ സ്പീഡിയത്തിൽ ഉണ്ടായതുപോലെ കുറെ കാര്യങ്ങളൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഇവര് ആ സാധനം നമുക്ക് വേണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്, തിയേറ്ററിലുണ്ട്. അടുത്ത തിയേറ്ററിൽ പോയി കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഫീലിലാണെങ്കിൽ പോയി കണ്ടാൽ മതി. അല്ലാതെ വെറുതെ പോയി കണ്ട് നിങ്ങൾ കഥ ഒന്നുകൂടെ കാണാൻ വേണ്ടി പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സുഖമൊന്നും കിട്ടത്തില്ല. ഇതില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സംഭവമായിട്ട് ഉണ്ട് പടത്തിനകത്ത്. അത് പോയി കാണണം. അത് അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. വരട്ടെ. അപ്പം ബൈ.